Hello everyone, welcome back to another video of Lecture Academy. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം ഇംഗ്ലീഷ് പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ടമായ ഗോത്തിക് നോവൽ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷ്യൂർ അക്കാദമിയുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ജൂലൈയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയുള്ള റെഗുലർ ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാ വിദ്യാർത്ഥികളെ അറിയിക്കുന്നു. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്ന നമ്പർ ഉപയോഗപ്പെടുത്തി കോൺടാക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഗോത്തിക് നോവൽ? വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇംഗ്ലീഷ് സിലബസിലെ. നോവലുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള നോവലുകളെ പറ്റി പഠിക്കണം. അവയുടെ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവയുടെ പല സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോവൽ പല രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ഗോത്തിക് നോവൽസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഗോത്തിക് നോവൽ? ഏതൊക്കെ നോവലുകളെ ആണ് ഗോത്തിക് നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗോത്തിക് നോവൽ? Or what makes a novel a Gothic novel? Mysterious characters, that is the first point. Then setting, haunted houses, castles, dark battlements, valleys, etc. Presence of supernatural beings like ghosts, vampires, etc. ആദ്യത്തെ 3 പോയിൻറ്റ്സാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത രഹസ്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മളതിൻ്റെ സെറ്റിംഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ അധികവും ഒറ്റപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ വേട്ടയാടപ്പെട്ടതിൻ്റെ ചരിത്രമുള്ള രഹസ്യങ്ങളുള്ള വീടുകൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ, താഴ്വരകൾ. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഡ്രാക്കുള പോലെയുള്ള നോവലുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, പ്രേതകഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രയും രഹസ്യ സ്വഭാവമുള്ള ഒറ്റപ്പെട്ട ഇടനാഴികളുള്ള, താഴ്വരകളുള്ള, ചതുപ്പ് നിലങ്ങളുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് സാധാരണ. കാരണം നമ്മളെ ഭീതി ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലായിരിക്കും കഥ നടക്കുന്നത്. ഈ കഥയിൽ, അതാണ് മൂന്നാമത്തെ പോയിൻ്റ്, ഈ കഥയിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ നാച്ചുറൽ എന്നതിനപ്പുറത്തേക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഭാവനകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രേതങ്ങളെപ്പോലെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേതങ്ങളാവാം, യക്ഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല, നമുക്ക് ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട് അത്തരത്തിൽ. അപ്പോൾ അതുപോലെ വാമ്പയേഴ്സ് അല്ലെങ്കിൽ വവ്വാലുകൾ, ചെന്നായകൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്തരം കഥകളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും എലമെൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്ക് അതിനനുയോജ്യമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി വേണം, കഥകൾ വേണം. ആ കഥകൾ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് കേഴ്സസ്, പ്രൊഫസീസ് ആൻഡ് ഒമൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് നമുക്ക് ഗോത്തിക് നോവൽസിൽ കാണാം. ശാപങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ, പ്രൊഫസീസ്, ഓമൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്ന കഥാപാത്രങ്ങൾ, ശാപമോക്ഷം, കഴിഞ്ഞ ജന്മത്തിലെ പക ഈ ജന്മത്തിൽ തീർക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാം. കാരണം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ സൂപ്പർ നാച്ചുറൽ ബീയിങ്സിൻ്റെ പ്രസൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് നാലാമത്തെ പോയിൻ്റ്. അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗ്ലൂമി ആൻഡ് ടെറിഫയിങ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ വായനക്കാർക്കൊരു ചില്ലിങ് എക്സ്പീരിയൻസ് നൽകുക, അവർക്കൊരു പേടിപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു
അനുഭവമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ രീതിയിലായിരിക്കും കഥ പറഞ്ഞു പോവുക. അപ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലോ ചിരിപ്പിക്കുന്ന രീതിയിലോ ഫീൽ ഗുഡ് ഉണ്ടാവുന്ന രീതിയിലോ ഒന്നും ആയിരിക്കില്ല. മറിച്ച് നമുക്കൊരു ഭയമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റിംഗ് ആയിരിക്കും, കഥാ സന്ദർഭങ്ങളായിരിക്കും ഉണ്ടാവുക. ആ സന്ദർഭങ്ങളിലൂടെ നമുക്ക് ഒരു അപകടം വരാനുണ്ട്, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുക, ആകാംക്ഷ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഗ്ലൂമി ആൻഡ് ടെറിഫയിങ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഡാംസൽ ഇൻ ഡിസ്ട്രെസ്. അപ്പോൾ ഇത് മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഗോത്തിക് നോവൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഒരു രക്ഷകനെ കാത്തു കിടക്കുന്ന അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അപ്പോൾ അത് ഒരു പക്ഷേ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ അവർ പ്രശ്നത്തിലകപ്പെട്ടിട്ടായിരിക്കും, അവരായിരിക്കും ഭൂരിഭാഗം സമയത്തും ഈ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലകപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരിക്കാം. അപ്പോൾ അവരെ രക്ഷിക്കാൻ വരുന്ന നായകൻ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അവരെ രക്ഷിക്കേണ്ടി വരുന്ന, അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നത്തിലെടുത്ത് ചാടുന്ന നായകൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു സവിശേഷതയാണ് ഗോത്തിക് നോവൽസിൻ്റെ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സവിശേഷതകളാണ് ഫീച്ചേഴ്സ് ഓഫ് ഗോത്തിക് നോവൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രേത സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കുട്ടിക്കാലം മുതൽ മുത്തശ്ശി കഥകളിലൂടെ പ്രേത കഥകൾ കേട്ട് വളർന്നവരാണെങ്കിൽ, വായിച്ചവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രേത കഥകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇപ്പോൾ പ്രേതത്തിൻ്റെ എലമെൻറ്റ്സ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഭയപ്പെടുന്ന കാര്യങ്ങളുള്ള കഥകളെയാണ് നമ്മൾ ഗോത്തിക് ആയിട്ടുള്ള കഥകളെന്ന് പറയുക. അപ്പോൾ ഈ എലമെൻറ്റ് ക്യാരി ചെയ്യുന്ന നോവൽസാണ് ഗോത്തിക് നോവൽസ്. അപ്പോൾ എന്താണ് ഗോത്തിക് നോവൽസ്, ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്നതിനെ പറ്റി ഒരു ധാരണ വന്നിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വളരെ അറിയപ്പെടുന്ന, ലോകത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഗോത്തിക് നോവൽസ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ഹൊറൈസ് വാൽപോളിൻ്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ ആണ്. ഒരുപക്ഷെ ഗോത്തിക് നോവൽ എന്ന ശാഖയ്ക്ക് തന്നെ തുടക്കം കുറിച്ച നോവലെന്ന് കരുതപ്പെടുന്ന നോവലാണ് കാസിൽ ഓഫ് ഒട്രാൻഡോ. നോക്കുക, 1765, വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ വർഷമായിരിക്കാം, ചിലപ്പോൾ ടൈറ്റിലായിരിക്കാം, ചിലപ്പോൾ ഓതറായിരിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിലും ഓതറും അല്ലെങ്കിൽ ഓതർ ഇയർ, ടെക്സ്റ്റ് ആൻഡ് ഇയർ, ഇതൊക്കെ മാച്ച് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഹൊറൈസ് വാൽപോളിൻ്റെ 1765 എഴുതപ്പെട്ട കാസിൽ ഓഫ് ഒട്രാൻഡോ ആണ് ആദ്യത്തെ ഗോത്തിക് നോവൽ എന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയുന്ന, അങ്ങനെ കണക്കാക്കപ്പെടുന്ന നോവലാണ്. ആനി റാഡ്ക്ലിഫ് അടുത്തത് ഒരുപാട് ഗോത്തിക് നോവൽ എഴുതിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ്. 1794 എഴുതിയിട്ടുള്ള മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ, 1797 ദ ഇറ്റാലിയൻ, 1791 റൊമാൻസ് ഓഫ് ദ ഫോറസ്റ്റ്. ഇവയൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ഗോത്തിക് വർക്ക്സ് ആണ്. നെക്സ്റ്റ്, ക്ലാര റീവ്, ഷീ റോട്ട് ഓൾഡ് ഇംഗ്ലീഷ് ബാരൻ, 1778 ആണ് വർഷം. ദെൻ വില്യം ബെക്ക്ഫോർഡിൻ്റെ വത്തേക്ക് ഉണ്ട്, 1796. മാത്യു ഗ്രിഗറി ലൂയിസ് ദ മോങ്ക്, 1796, സെയിം ഇയർ ആണ്. അടുത്തത് മേരി ഷെല്ലി, ഫ്രാങ്കൻസ്റ്റൈൻ, വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്, 1818 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള, മലയാളം. അപ്പോൾ അതിപ്പോഴൊക്കെ എത്രയോ ട്രാൻസ്ലേഷൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് വായിക്കപ്പെട്ടിട്ടുള്ള ഗോത്തിക് നോവലാണ് പ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള. അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഗോത്തിക് നോവൽസാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഹൊറൈസ് വാൽപോളിൻ്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന ഫസ്റ്റ് ഗോത്തിക് നോവൽ മുതൽ വന്നിട്ടുള്ള ആദ്യകാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഗോത്തിക് നോവൽസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിന് ശേഷം പിന്നെയും ഒരുപാട് ഗോത്തിക് നോവൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നോട്ട് ഡൗൺ ചെയ്യുക. പ്രധാനപ്പെട്ട ഇനിയും വർക്ക്സ് നിങ്ങൾ കണ്ടെത്തുക. മറ്റ് ഗോത്തിക് നോവൽസിൻ്റെ സവിശേഷതകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ കൂടുതൽ പഠനം നിങ്ങൾ നടത്തുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സെറ്റ് എക്സാമിന് ഇംഗ്ലീഷ് പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഗോത്തിക് നോവൽ എന്ന സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലിറ്റ്യൂർ അക്കാദമിയുടെ റെഗുലർ ക്രാഷ് കോഴ്സുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ, PDF സ്റ്റഡി മെറ്റീരിയൽ, യൂണിറ്റ് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാം,
10 വർഷത്തിലേറെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്ലാസ്സുകൾ, ഇത്തരം സവിശേഷതകളെല്ലാം അടങ്ങിയ ക്രാഷ് റെഗുലർ കോഴ്സുകളാണ് ലിറ്റ്ഷൂർ അക്കാദമി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.